ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സുപ്രീം കോടതിയെ വിമർശിച്ചിരുന്നത് കേട്ടിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളത് സജീവമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ആയിരിക്കണം വേറെ പല ആൾക്കാരും അത് ഗംഭീരമായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങിയതെന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് മുൻ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇവിടെയുള്ള സുഡാപ്പികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൺകണ്ട ദൈവമാണ്. അപ്പൊ DY ചന്ദ്രചൂഡിനെ പുകഴ്ത്താത്ത ഒരു ദിവസം പോലും ഇവർക്കില്ലായിരുന്നു അയോധ്യയുടെ വിധി വരെ. അയോധ്യയുടെ വിധിക്ക് ശേഷം DY ചന്ദ്രചൂഡ് ഇവർക്ക് അനഭിമിതനായി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഇവർ അനുകൂലമാവും, പ്രതികൂലമാവുമ്പോൾ ഇവർ പ്രതികൂലമാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാ കാലത്തും DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ജഡ്ജി നരേന്ദ്രമോദിക്കെതിരായിരുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നതിൽ ഒരു കേമനായിരുന്നു എന്നാണ് മൊത്തത്തിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. ആ DY ചന്ദ്രചൂഡ് ഇറങ്ങാൻ നേരത്ത് അവസാനമായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഗണപതി പൂജയിൽ പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ വിവാദമായതാണ്. എന്തായാലും ഇപ്പോ DY ചന്ദ്രചൂഡിനെതിരെ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ആ പരാതി നിയമ മന്ത്രാലയം DOPTക്ക് കൈമാറിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ജഡ്ജിമാരായിട്ടിരിക്കുന്ന ആൾക്കാർ, സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തെറ്റുപറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ധൻകർ പറഞ്ഞതുപോലെ നിങ്ങളൊരു വിധി പുറപ്പെടുവിക്കുന്നു, ആ വിധി സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ വിധി എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കിയില്ല എന്നുള്ളത് ബാധിക്കുന്നത് ഭരണകൂടത്തെയാണ്. പാർലമെന്റ് ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ വിധിയെ, ആ ഒരു നിയമത്തിന്റെ ആ ഒരു വരും വരായകളെ കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടാണ് പാർലമെന്റ് അത് പുറപ്പെടുവിക്കുന്നത്. ഇനി ആ ചർച്ച ചെയ്തിട്ടും അത് പുറപ്പെടുവിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസും അവരെടുക്കും, ഇത് ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ അത് ഇവരെങ്ങനെ ടേക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ പട്ന ഹൈക്കോടതി ജഡ്ജിയായിരിക്കുകയും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി വിരമിക്കുകയും ചെയ്ത ജസ്റ്റിസ് രാകേഷ് കുമാറാണ് മുൻ ചീഫ് ജസ്റ്റിസിന്റെ അനുചിതമായിട്ടുള്ള പെരുമാറ്റം, ആ പെരുമാറ്റം, ഔദ്യോഗിക ദുരുപയോഗം എന്നിവയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് 2024 നവംബർ 8 ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മുൻപാകെ ഒരു പരാതി സമർപ്പിച്ചത്. ജസ്റ്റിസ് കുമാർ 2009 ഡിസംബറിൽ പട്ന ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നേടി 19 നവംബറിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറി. അവിടെ നിന്ന് 2020 ഡിസംബർ 31 വിരമിക്കുകയും ചെയ്തു. 2022 മെയ് 17 നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ജുഡീഷ്യൽ അംഗമായി അദ്ദേഹം നിയമിതനായി. 2021 ഒക്ടോബറിൽ ആ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരം സുപ്രീം കോടതിയുടെ വേനൽക്കാല അവധിക്കാലത്ത് ആക്ടിവിസ്റ്റ് ടീസ്റ്റ സെതൽവാദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി 2 പ്രത്യേക ബെഞ്ചുകളുടെ രൂപീകരണത്തിൽ ഡോക്ടർ DY ചന്ദ്രചൂഡിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പരാതിയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഇതാണ് DY ചന്ദ്രചൂഡിന്റെ പരാതി. എന്താണ് യഥാർത്ഥത്തിൽ ഈ പരാതി കൊണ്ട് അദ്ദേഹം ഊന്നൽ നൽകുന്നത്? യഥാർത്ഥത്തിൽ DY ചന്ദ്രചൂഡ് അങ്ങനെ വഴിവിട്ട എന്തെങ്കിലും അനുചിതമായിട്ടുള്ള ഒരു വിധിയോ പെരുമാറ്റമോ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിൽ നിന്ന് നടത്തിയിട്ടുണ്ടായിരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? DY ചന്ദ്രചൂഡിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ എയറിൽ നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പോ ഈ കൊളീജിയത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൊളീജിയം അറിയാലോ. ഇപ്പൊ അതായത് ജഡ്ജിമാരുടെ മക്കൾക്കും അല്ലെങ്കിൽ അനന്തരമാർക്കും സീമന്തപുത്രന്മാർക്കും ഒക്കെ മാത്രമേ അവിടെ ജഡ്ജി ആവാനും താഴെ വാദിക്കാനും പിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയണം. കഴിഞ്ഞ തവണ ഇരുന്ന നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ജഗ്ദീപ് ധൻകറിനെ പോലെ ജഡ്ജിമാരെ തുറന്ന് വിമർശിക്കാറില്ല. പക്ഷെ തുറന്ന് വിമർശിക്കുന്ന ആൾക്കാരെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാറുണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസിന്റെ ആദ്യത്തെ പ്രസംഗം അത് കൊളീജിയത്തിനെ കുറിച്ചായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ജോൺ ബ്രിട്ടാസ് കൊളീജിയത്തെ കുറിച്ച് പ്രസംഗം നടത്തി. ഇതെന്തൊരു സിസ്റ്റമാണ് എന്ന് ജോൺ ബ്രിട്ടാസ് അവിടെ തുറന്നു ചോദിച്ചു. ഇതെന്ത് സിസ്റ്റമാണ്? കാരണം ജഡ്ജിമാരുടെ മകൻ ജഡ്ജിയാവാം, അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരനെ കുറിച്ച് തന്നെ ഒരു ആരോപണമുണ്ട്. ഈ ചന്ദ്രചൂഡിന് ഈ പുള്ളിയുടെ കസിനെ കൊണ്ടുവന്ന് തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞ് ഒരു ആരോപണമുണ്ട്. അന്ന് ജോൺ ബ്രിട്ടാസിന്റെ ആ പ്രസംഗം ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന്റെ
ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച് ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു CPIM MP ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന പരാമർശം കൊടുത്ത് അദ്ദേഹം കൃത്യമായിട്ട് അത് നോട്ടീസ് ചെയ്തു. ജോൺ ബ്രിട്ടാസ് തിരിച്ചു മറുപടി കൊടുത്തു, ഞാൻ താങ്കളുടെ മുമ്പിൽ വളരെ ഹമ്പിളായിട്ട് എന്റെ നമ്രശിരസ്കനായിട്ട് നിൽക്കുന്നു ഈ ഒരു പരാമർശം എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞതിൽ. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം? അവിടെ ജഡ്ജിമാരൊന്നും സുതാര്യമല്ല എന്നാണോ ഇത് നമുക്ക് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഇത് ഒരു പ്രധാന ചോദ്യം പൂച്ചക്കാര് മണികെട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന വിഷയം. അത് മണികെട്ടാനായിട്ട് ധൻഖർ ഇറങ്ങി തിരിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജ്യവ്യാപകമായി വലിയ പിന്തുണയാണ് കിട്ടുന്നത്. വലിയ പിന്തുണ എന്ന് മാത്രമല്ല, അഭൂതപൂർവമായിട്ട് തന്നെയാണ്. ഒരുപക്ഷെ മാധ്യമ വാർത്തകളിലൊന്നും വലിയ റീച്ച് കിട്ടാതെ പോകുന്ന ഒരു വാർത്തയാണ് സാധാരണ ഈ കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക്. വല്ല പ്രതിക്ക് വധശിക്ഷ കൊടുത്തതോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ മാത്രമാണ് സോഷ്യൽ മീഡിയ വിധികൾക്കാണ് ഇമ്പോർട്ടന്റ് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കിട്ടാറില്ല. പക്ഷെ നമ്മുടെ അടക്കം വാർത്തകൾ അനവധി പേരിലേക്ക് അത് എത്തുകയുണ്ടായി. ഇന്നലെ നടന്ന മറ്റൊരു സംഭവം, നമ്മുടെ നരിമാൻ ഒരു പുസ്തക പ്രകാശന വേളയിൽ ഈ ഭരണഘടനയുടെ നിയമത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തായാലും അവിടെ വെച്ച് തന്നെ ധൻഖർ വാരി വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ബേസിക്. ഇവര് പറയുന്ന ഒരു കാര്യം, ആ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത് 1973 ഒരു വിധിയിലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം മാറ്റാൻ കഴിയില്ല എന്നൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, ആ വിധി വന്നത് എവിടെയെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി വിധിയായിരുന്നു. അതായത് നമ്മുടെ 1969 കേരള സർക്കാർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടിരുന്നു. അതിനെതിരെ കാസർഗോഡുള്ള ഒരു മഠത്തിന്റെ അധിപൻ, ആ മഠത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ എടനീർ മഠം എന്ന് പറയുന്ന ഒരു മഠമാണ്. അപ്പൊ നമുക്കറിയാം എന്തായാലും ഭൂപരിഷ്കരണ നിയമം നമുക്കറിയാം, ഈ ഒരുപാട് ഭൂമിയുള്ളവരെ പിടിച്ചെടുക്കുന്ന നയം. അപ്പൊ അതിനെതിരെയാണ് കോടതിയിൽ പോയത്. ആ വാദം ഭയങ്കരമായി തുടരുകയും ഇതിനകത്ത് മൗലിക അവകാശം എന്നൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്ത്യൻ പാർലമെന്റ് ഭരണഘടനയുടെ 24, 25 സെക്ഷൻസ് ഭേദഗതി വരുത്തുകയുണ്ട്. അതിൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കുറച്ചു. ഒപ്പം തന്നെ മൗലിക അവകാശത്തിന് ഒരു ഭേദഗതി, മൗലിക അവകാശത്തിന്റെ ഒരു പരിധി നിശ്ചയിച്ചു. എല്ലാ മൗലിക അവകാശം എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ മൗലിക അവകാശത്തിന് ഒരു പരിധി നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷെ ആ കേസിൽ വിധി കേരള സർക്കാരിന് അനുകൂലമായിട്ടാണ് വന്നതെങ്കിൽ പോലും ഈ പരിധി ലംഘിച്ചതിനെതിരെ വീണ്ടും സുപ്രീം കോടതി ഒരു നിയമം പാസാക്കി. അതിൽ അവർ പറയുന്നത് ഭരണഘടനയിൽ ഭേദഗതിയാകാം, പക്ഷെ അതിന്റെ അടിസ്ഥാന ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന്. പക്ഷെ പാർലമെന്റിൽ പാസാക്കിയ ആ നിയമത്തിൽ പറഞ്ഞത് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം. അതിനെതിരെയാണ് ഒരു വിധി വന്നിരിക്കുന്നത്. ഇത് 73 അതിന് മറുപടിയായിട്ട് ശ്രീ ധൻഖർ ചോദിച്ച ചോദ്യം, 75 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? അന്ന് ഈ ജനത്തിന് മൗലിക അവകാശം ഇല്ലായിരുന്നു? ഈ രാജ്യം മുഴുവനുള്ള നേതാക്കന്മാരെ ജയിലിൽ അടച്ചില്ലേ? മാധ്യമങ്ങളെ കൂച്ചുവലം കിട്ടില്ലേ? 9 ഹൈക്കോടതി വിധികളല്ലേ റദ്ദ് ചെയ്യപ്പെട്ടത്? എന്നിട്ട് എവിടെയായിരുന്നു? ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ചെറുവില അനക്കാൻ കഴിഞ്ഞു? ഇല്ലെങ്കിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിഞ്ഞു? ഇല്ലെങ്കിൽ മൗലിക അവകാശത്തിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും വിധി പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു? ഇല്ലല്ലോ. 2 വർഷക്കാലം ഇല്ലായിരുന്നു അത് എന്ന് ധൻഖർ ചോദിച്ചപ്പോൾ അതിന് സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് കിട്ടിയത്. അദ്ദേഹം ചോദിച്ചത് യുവാക്കൾ ഇത് ചോദിക്കാൻ മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അതൊരു ന്യായമുള്ള കാര്യമല്ലല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഭരണഘടനയെ മാറ്റാൻ കഴിയില്ല എന്നുള്ള 1973 ഈ പറയുന്ന കേശവാനന്ദ ഭാരതിയുടെ വിധിയെ ഉത്തരിച്ചുകൊണ്ടാണ് നരിമാൻ സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ 75 മുതൽ 77 വരെ എവിടെയായിരുന്നു? ഈ രാജ്യത്ത് ചവിട്ടിമതിക്കപ്പെട്ടില്ലേ? എത്രയോ പേരെ കാണാതായിരുന്നു. ഇന്നും പലരെയും കുറിച്ച് നമുക്ക് അറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കാണാതായവരെ കുറിച്ച് നമുക്കറിയില്ല. അവരെവിടെ പോയെന്ന് നമുക്കറിയില്ല. പിടിച്ചുകൊണ്ട് പോയതാണോ, കൊന്നതാണോ, ഒന്നും അറിയില്ല. ആ ഒരു കിരാതമായ ഒരു നാളുകൾ നടന്നപ്പോൾ ഇവരൊന്നും പൂച്ച പോലെ ഇരുന്നില്ലേ? ഇവരൊന്നും അനങ്ങില്ല. അതാണ് ധൻഖർ ചോദിച്ച ചോദ്യം. അപ്പൊ അതല്ല അവരുടെ ലക്ഷ്യം. ഇനി നമ്മൾ ചന്ദ്രചൂഡിന്റെ കേസിലേക്ക് വരുമ്പോൾ പലരും കരുതും കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രപതിക്കെതിരെ ഉണ്ടായ ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണ കേന്ദ്രം തുടങ്ങിയത്. ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇതും അതുമായി യാതൊരു ബന്ധവുമില്ല. ഈ പരാതി രാഷ്ട്രപതിക്കാണ് ശ്രീ രാകേഷ് കുമാർ റിട്ടയർഡ് ജഡ്ജി കൊടുക്കുന്നത്. അത് കൊടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 നവംബർ 8 കൊടുക്കുന്നത്. ഈ വിധി വന്നിട്ട് ഒരാഴ്ച കണ്ടല്ലേ ആയിട്ടുള്ളൂ, അല്ലെ? ഏപ്രിൽ മാസം, ഒരാഴ്ചക്ക് മുമ്പുള്ള വിധിയാണ് ഇത്. ഈ പരാതി രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത് 2024 നവംബർ 8. ഈ പരാതി അതിനുശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന് ആ വർഷം അവസാനം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് രാഷ്ട്രപതി ഭവൻ കൈമാറുന്നു. ആഭ്യന്തര മന്ത്രാലയം 2025 ഫെബ്രുവരി 6 ഇത് നീതിന്യായ മന്ത്രാലയത്തിന് കൈമാറുന്നു. നീതിന്യായ മന്ത്രാലയമാണ് ഇപ്പൊ പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് നടപടിക്കായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് 3 മന്ത്രാലയങ്ങളിൽ കൂടെ കടന്നു പോയിട്ടൊരു പ്രോസസ്സിങ്, അതായത് 2024 നവംബറിൽ തുടങ്ങിയ ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ അതും ഇതും നമ്മൾ കൂട്ടിക്കിഴക്കേണ്ട കാര്യമല്ല. ഇത് അതിന് മുൻപേ വന്നതാണ്. എന്തായാലും ഇങ്ങനൊരു വിധി വരുമെന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് എന്തോ അങ്ങനത്തെ ഒരു ശക്തിയൊന്നും ആർക്കും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം.
ടീസ്റ്റ സെൽവാദിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. ആക്ടിവിസ്റ്റ് ആയ ടീസ്റ്റ സെൽവാദിന് ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി അവധിക്കാലത്ത് ഒരു 2 ബെഞ്ചുകൾ, പ്രത്യേക ബെഞ്ചുകൾ രൂപീകരിച്ചു DY ചന്ദ്രചൂഡനാണ്. അത് ഈ അഴിമതി വിരുദ്ധ നിയമപ്രകാരം, അതായത് 1984 അഴിമതി നിരോധന സെഷൻ 17A പ്രകാരം അധികാര ദുർവിനിയോഗത്തിന്റെ പരിധിയിലാണ് വരുന്നത്. അതായത് അവധിക്കാലത്ത് ഈ 2 ബെഞ്ചുകൾ രൂപീകരിച്ചത് അതിനുവേണ്ടി ഇവർക്ക് ജാമ്യം കൊടുക്കാൻ വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചു. ഇത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2024 നവംബർ മാസത്തിൽ ഇങ്ങനെ ഒരു പരാതി രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത്. അപ്പം ഈ ഒരു കാര്യം സ്വാഭാവികമായിട്ട് അന്ന് തന്നെ ഇത് വലിയ വിമർശനം നേരിട്ടാണ്. ഈ ടീസ്റ്റയ്ക്ക് ഈ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ വിമർശനം വരുന്നത് എങ്ങനെ ഇവർക്ക് ജാമ്യം കിട്ടി. കാരണം ഇവരുടെ മേലുള്ള കുറ്റം ചെറുതല്ല ധനുഷ്. ഇവര് ഈ സാക്ഷികളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കള്ള സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുമായിട്ടും ആ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നശിപ്പിക്കുവാനായിട്ടും ശ്രമിച്ച കേസാണ്. ഇതിനകത്ത് ഇവര് ഈ സത്യവാങ്മൂലം എഴുതി മേടിച്ചിരിക്കുന്ന ആളുകളെല്ലാം തന്നെ സുപ്രീം കോടതി വന്ന് പറഞ്ഞു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും മറ്റുമാണ് ഇവർ ഈ സത്യവാങ്മൂലം എഴുതി മേടിച്ചിരിക്കുന്നതെന്ന്. ടീസ്റ്റ സെൽവാദ് എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയൊന്നുമല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള അവരുടെ NGO ഫണ്ട് വാങ്ങുന്ന ഒരു പടുകൂറ്റ സ്ഥാപനത്തിന്റെ ഒരു ഭാഗം മാത്രമാണത്. അപ്പം അതായിരുന്നു ഇവിടെ. അത് വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കപ്പെട്ടതാണ്. കേരളത്തിൽ അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ വലിയ രീതിയിൽ കേരള മാധ്യമങ്ങൾ ആഘോഷിച്ചു. അന്ന് ഒരു വലിയൊരു ആഘോഷം. അന്നും ഈ ഒരു വിധിയിൽ പലർക്കും ഒരു ദുരൂഹത ഉണ്ടായിരുന്നു, സംശയങ്ങളുണ്ട്. കാരണം എങ്ങനെ ഈ വിധി ഇവർ സമ്പാദിച്ചു, ഇല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളത്. കാരണം ഇത് ജനങ്ങളുടെ സംശയമാണ്. ആ ജനങ്ങളുടെ സംശയമാണ് ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജി തന്റെ പരാതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ധൻഖർ പറഞ്ഞതും ഈ രാജ്യത്തെ ജനങ്ങളുടെ സംശയമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ധൻഖർ ചോദിച്ചത്. ഇന്നലെ അദ്ദേഹം ഓപ്പൺ ആയിട്ട് ചോദിച്ചു, ഈ നാട്ടിൽ യുവാക്കളില്ലേ, നിങ്ങൾ ചോദിക്കേണ്ടത്. എനിക്കത് ചോദിക്കേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. കാരണം നിങ്ങളെ കണക്കുള്ള യുവാക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, പൂച്ചക്കാര് മണി കിട്ടുമെന്നുള്ളതാണ് ഇവിടെ വിഷയം. അതിനുവേണ്ടി ധൻഖർ ഇറങ്ങി തിരിച്ചപ്പോൾ എന്ത് പറ്റി? ഓരോന്നായിട്ട് ഇപ്പൊ മാധ്യമങ്ങൾ നൽകാൻ തുടങ്ങി. ഇന്ന് ഇപ്പോഴും മാധ്യമങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ശതമാനം മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. അതിന്റെ പ്രശ്നം ഇതാണ്, എല്ലാവർക്കും ഒരു ഭയത്തിൻ്റെതായ ഒരു വിഷയമുണ്ട് ഇവിടെ. അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വരൂ, അങ്ങനെ നമ്മൾ ഭയന്നിരുന്നു കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ കഴിയുമോ? അപ്പം ഭയന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നു? ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഭയപ്പെട്ടിരുന്നു കൊണ്ട് നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പുഴുക്കുത്തുകൾ എവിടെയായാലും തുറന്ന് കാണിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് ഈ DY ചന്ദ്രചൂഡൻ അതിൽ എന്തെങ്കിലും ദുരൂഹമായ ഇടപാടുകൾ നടത്തിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ട കാര്യമാണ്. അത് നമുക്കിപ്പോ പറയാനോ പ്രവചിക്കാനോ കഴിയുന്നത്. അന്നേ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ മുൻ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ഈ പറയുന്ന രാകേഷ് കുമാർ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത പരാതി അതാണ്. ഈ രാഷ്ട്രപതിക്കെതിരെ ടൈം ലിമിറ്റ് ഒക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനം ചോദിക്കില്ലേ, രാഷ്ട്രപതിയാണോ വലുത്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണോ വലുത്, ചോദ്യം ഉയർത്തില്ലേ? അവിടെ ഈ 1973 ഭരണഘടനയുടെ അടിസ്ഥാനം മാറ്റാൻ പറ്റുന്നില്ല, ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും, ഞങ്ങൾ അതിൽ ഇടപെടും എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയുന്നത്? ഈ പരാതി എവിടെയാണ് ഈ ജഡ്ജി കൊടുത്തതെന്ന് കൂടെ നമ്മൾ ആലോചിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസിനെതിരായിട്ടുള്ള പരാതി എവിടെയാണ് കൊടുത്തത്? രാഷ്ട്രപതിക്കാണ് കൊടുത്തത്. അപ്പൊ രാഷ്ട്രപതി ആരാണ്? ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ആള് തന്നെ ആയിരിക്കുമല്ലോ, താഴെ ഇരിക്കുന്ന ആൾക്ക് പരാതി കൊടുക്കത്തില്ലല്ലോ. ഇവരുടെ ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ കൂടി ഞങ്ങളുടെ ഒരു കമ്മിറ്റി വെച്ച് ഞങ്ങൾ തന്നെ അതിന് വിധി പറയും. അതൊരു ഒരു ജനാധിപത്യത്തിന്റെ രീതി ആയിരുന്നില്ലല്ലോ. അത് അങ്ങനെയല്ലല്ലോ നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് പോകുന്നത്. അത് തന്നെ കൊളീജിയം ഒക്കെ മാറുന്ന സമയങ്ങളും അത് പൊളിച്ചെടുക്കേണ്ട സമയങ്ങളും എത്രയോ നാൾക്ക് മുമ്പേ നടത്തേണ്ടതായിരുന്നു. അതിന് ധൈര്യപ്പെടാൻ ആരുമില്ല എന്നുള്ളതാണ്. ഒരു ഭരണാധികാരി അതിന് ധൈര്യപ്പെട്ട് മുമ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പൊളിയാനുള്ളതൊക്കെ ഉള്ളത്. ഇവിടെ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിക്കാത്ത എന്തായെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് അതിനകത്തൊരു വലിയ പങ്കുണ്ടായിരുന്നു, അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ കൊളീജിയത്തിന് എതിരാണ്. ഈ സിസ്റ്റം മാറേണ്ടതായിട്ടുണ്ട്. കാരണം കഴിവും പ്രാപ്തിയും ഒരുപാട് പേരില്ലേ ഈ രാജ്യത്ത്, ഒരുപാട് അഭിഭാഷകരില്ലേ, അല്ലെങ്കിൽ ഒരുപാട് ജഡ്ജിമാരില്ലേ, അല്ലെങ്കിൽ ഒരുപാട് നിയമജ്ഞരില്ലേ, നിയമപണ്ഡിതന്മാരില്ലേ. അവിടെ ഒരു വിഭാഗം മാത്രം അത് കൈയാളുന്നതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അവധി പ്രഖ്യാപിച്ച ജസ്റ്റിസുമാരുള്ള നാടായത്. എന്താണ് ഏതോ ഒരു ദിവസം, അത് ഈ ദിവസം എനിക്ക് പറ്റില്ല അതുകൊണ്ട് കോടതി അന്ന് അവധിയാണ് എന്ന് പറഞ്ഞൊരു ഒരു മലയാളി ജസ്റ്റിസ് ഉണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സൗകര്യം പോലെ പറയാനുള്ള സാധനവും അതിനെയൊക്കെ വിവക്ഷിക്കാനായിട്ട് ഈ പറയുന്ന 1973 ഈ പറയുന്ന വിധി ഏതാണ്, കേശവാനന്ദ ഭാരതിയുടെ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണഘടന അടിസ്ഥാന തത്വങ്ങൾ മാറ്റാൻ അനുവദിക്കുക, അത് ഭേദഗതിയാകാം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അതിനെല്ലാത്തിലും ഇപ്പൊ ഈ അതായത് ധനുഷ് നേരത്തെ പറഞ്ഞ കാര്യമാണ് കറക്റ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മണിപ്പൂരിൽ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന കലാപമില്ലേ, 1.5 വർഷം മുമ്പ് തുടങ്ങിയ കലാപം, അതിന് വഴിമരുന്നിട്ട് എന്താണ്? ഒരു വിധിയാണ്.
എന്നിട്ട് 1.5 അതെ. വർഷം കഴിഞ്ഞപ്പോൾ ആ വിധി അങ്ങ് പിൻവലിച്ചു. ഇല്ല, ഞങ്ങൾ ഇപ്പൊ അത് ഇല്ല എന്ന് പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി കൊടുത്തത്? ആ വിധി ഉണ്ടാക്കിയ ഉം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്നും ആ കലാപം അവിടെ കെട്ടടങ്ങിയിട്ടില്ല. എത്രയോ പേര് കൊല്ലപ്പെട്ടു. ഇതിനാരും ഉത്തരവാദിത്തം പറയും? അതായത് ഒരു സംവിധാനമുണ്ട് ഈ രാജ്യത്തെ, ജനാധിപത്യ സംവിധാനം. ഇപ്പം നമുക്കിപ്പം എന്താ പറയുന്നത്, സർക്കാർ ജനവിരുദ്ധമായിട്ട് ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ വഖഫിന്റെ വിഷയത്തിൽ ആയിട്ട് ഇതിന് ബന്ധമേ ഇല്ല. ഇത് രണ്ടും രണ്ട് വിഷയമാണ്. ഇത് സർക്കാരിന്റെ ബില്ലുകളുമായിട്ടുള്ള വിഷയമാണ്. അതിൽ ജനാധിപത്യ പ്രക്രിയ കൂടാണല്ലോ ബില്ല് പാസ്സാക്കുന്നത്. ബില്ല് എങ്ങനെയാണ് പാസ്സാക്കുന്നത്? മന്ത്രിസഭാ യോഗം കൂടിയിട്ടല്ലേ അത് പാസ്സാക്കുന്നത്. അതായത് ഉം. ജനാധിപത്യ രീതിയിലാണ് അത് പാസ്സാക്കുന്നത്. അതിന്റെ അടുത്ത പ്രക്രിയ അത് ഗവർണർക്ക് നൽകുക എന്നുള്ളത്. ഗവർണർക്ക് അത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ അത് രാഷ്ട്രപതിക്ക് കൊടുക്കുക എന്നുള്ളത് ഭരണഘടന പറയുന്ന കാര്യമാണ്. രാഷ്ട്രപതി ഒരു ഉം. തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വേറൊരു പ്രൊസീജിയർ എന്നുള്ളത്. ഇതാണ്, ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അത് പാടില്ല. ഞങ്ങൾ പറയും നിങ്ങൾ. അപ്പൊ നാളെ മുതൽ ആര് പ്രധാനമന്ത്രിയാകണമെന്ന് പക്ഷെ നിശ്ചയിക്കാൻ കഴിയുമോ കോടതിക്ക്? ഇന്നാള് പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ പറയും, ഇന്നാള് ഇരുന്ന അയാളെ ഇനി ഇത്ര വർഷമൊക്കെ ഇരുന്നാൽ മതി എന്ന് പറയാൻ കഴിയുമോ? അതായത് ഒരു അതെ. വല്ലാത്ത, കാരണം ജനങ്ങൾക്ക് പല കേസുകളും, ഇത് മാത്രമല്ല പല കേസുകളിലും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിഴലിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയേണ്ടി വരും. ഇതിന്റെ പേരിൽ ഇനിയിപ്പോ കേസ് വന്നാലും നമ്മളതൊരു കാര്യമാക്കുന്നില്ല. അതിനും ഇതിനൊരു ചരിത്രത്തിന് നാഴികക്കല്ലാകാൻ ഭാഗ്യം കിട്ടിയെന്നേ മാത്രമേ കരുതത്തുള്ളൂ. കാരണം ഇത് അങ്ങനെയല്ല. അതിപ്പോ ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കഴിയില്ല പല കാര്യങ്ങളും. അതായത് എന്താ പറയുന്നത്, നമ്മുടെ ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു സംവിധാനം മാത്രമാണ്, ഒരു തൂണ് മാത്രമാണ് ജുഡീഷ്യറി. നമ്മൾ പറയത്തില്ലേ 4 തൂണുകളാണ് എന്ന് നമ്മൾ പറയും. അതിലെ മൂന്നാമത്തെ ഒരു തൂണ് മാത്രമാണ്. അപ്പോൾ ബാക്കി 2 തൂണുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം അതല്ല അതിൻ്റെതായ ഒരു രീതി. എന്തായാലും ധൻഖറിന് അടങ്ങിയിരിക്കാൻ ഭാവമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അടിക്കടി പുള്ളി പറയുന്നത്, നരിമാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മറുപടിയായിട്ട് പുള്ളി എത്തിയിട്ടുണ്ട്. ധൻഖർ ഉം. ഇതിനു മുമ്പും ഈ കോടതികളെ വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ധൻഖർ. അദ്ദേഹം ഉം. സുപ്രീം കോടതി അഭിഭാഷകൻ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ. ഒരുപക്ഷെ ഇതുപോലുള്ള, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഈ DY ചന്ദ്രചൂഡിന്റെ വാർത്ത ഇന്ന് ആരും നൽകാൻ സാധ്യതയില്ലാത്തൊരു വാർത്തയാണ്. ഉം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ആ വാർത്ത എടുത്തത് എന്ന് ചോദിച്ചാൽ, ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ വാർത്ത എടുത്തത്. അതും അതെ. ജനം അതെ. അറിയട്ടെ ഇങ്ങനെ ഒരു പരാതി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം ഇദ്ദേഹത്തിന്റെ പല വിധികളിലും അമർഷം ഒരു വലിയ വിഭാഗമുണ്ട്. അത് എല്ലാ വിഭാഗങ്ങളും. നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് അവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ കൈയടിക്കുകയും അവർക്ക് പ്രതികൂലമാകുമ്പോൾ അങ്ങപ്പോ രണ്ടു കൂട്ടർക്കും അതെല്ലാം ആകട്ടെ, എന്താണെന്ന് വെച്ചാൽ സത്യം തെളിയട്ടെ. കാരണം അങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ജുഡീഷ്യൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതും കൂടെയാണ്. അതും ഒരു ന്യായമായ ഒരു കാര്യം കൂടി ഇല്ല അത്. അങ്ങനെയൊക്കെ ഒരുപാട് അതെ. കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മറ്റേ തോന്നുന്നത് യശ്വന്ത് വർമ്മയുടെ ഈ വീട്ടിൽ നിന്ന് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകൾ കണ്ടെത്തിയപ്പോഴേ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായിട്ട് ഒരു പബ്ലിക് വെബ്സൈറ്റിൽ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ ആവശ്യം ശക്തമായിട്ട് ഉയർന്നു വന്നതാണ്. എവിടെ നിന്നാണ് ഇത്രയും കാശ്? പുള്ളി പറയുന്നത് എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ഒരു ജഡ്ജി പറയുകയാണ് എനിക്കറിയില്ല ഈ കാശ് എവിടെ നിന്നാണെന്ന്. അപ്പൊ എന്നിട്ട് അയാളെ ട്രാൻസ്ഫർ ചെയ്യാണ് വേറൊരു കോടതിയിലേക്ക്. എന്നാൽ അയാൾക്കെതിരെ അന്വേഷണം, അത് ഞങ്ങൾ അന്വേഷിച്ചോളാം കാര്യങ്ങളൊക്കെ. അയാളെ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് ഇവിടെ നിന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അതല്ല, ഇതിനകത്ത് ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, ദൈവങ്ങളല്ലല്ലോ ഇത്. അപ്പം ഇതിനകത്ത് പല വിധികളുടെയും കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് സംശയങ്ങളും കാര്യങ്ങളും നിഴലിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകണം. രാഷ്ട്രീയക്കാരെല്ലാം ശുദ്ധന്മാരാണേ നമ്മൾ പറയണ്ടേ. ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ മുഖ്യമന്ത്രി അയാൾ അഴിമതിക്കാരനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് തോപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, വോട്ട് ചെയ്ത്. അതെ. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ആരെങ്കിലും പറയുമോ അഴിമതിക്കാരനാണ്? ഇല്ല. ആരെങ്കിലും വോട്ട് ചെയ്ത് തോൽപ്പിക്കും, ഇല്ലെങ്കിൽ അവരുടെ ജോലി വേണ്ട നമ്മൾ രാജിവെച്ച് എപ്പിക്കുവോ? ഇല്ലല്ലോ, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് രണ്ടും ഒരു പന്തിയിൽ എങ്ങനെ രണ്ട് ഭക്ഷണം വിളമ്പാൻ കഴിയുക? എല്ലാവർക്കും ഒരേ നീതിയല്ലേ. അപ്പൊ അതെ. തെറ്റെന്താണെന്ന് വെച്ചാൽ ആരുടെ ഭാഗത്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോകണം. എന്തായാലും ധൻഖർ ഇപ്പം മുൻപോട്ട് വെച്ചിരിക്കുന്ന ഈ ചൂട് അദ്ദേഹം ധൈര്യപൂർവ്വം മുൻപോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്തിനകത്ത് വലിയ പിന്തുണ കിട്ടും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ധൻഖറിന് കിട്ടുന്ന ഒരു മൈലേജ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയിൽ തിളങ്ങി നിന്ന താരം, 2 ദിവസമായിട്ട് തിളങ്ങി നിൽക്കുന്ന താരം ശ്രീ ധൻഖർ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ നാഷണൽ വാർത്ത മാത്രം ചെയ്യുന്നവരായതുകൊണ്ടും നോക്കുന്നവരായതുകൊണ്ടും നമുക്ക് ഓരോ ദിവസത്തെ റേറ്റിംഗ് അറിയാൻ കഴിയുള്ളൂ, ആർക്കാണ് ഇന്ന് റേറ്റിംഗ്. ഇപ്പൊ 2 ദിവസമായിട്ട് റേറ്റിംഗ് നോക്കുമ്പോൾ ധൻഖർക്കാണ് നാഷണൽ ലെവലിൽ വലിയ റീച്ചും റേറ്റിംഗും ഉള്ളത്. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.